ഇന്ന് ഞാൻ പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം എന്ന വിഷയമാണ്. ഗോഡ് ഹു ഗീവ്സ് ദ ഹോപ്പ്. നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ജീവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ദൈവം തരുന്ന വിലപ്പെട്ട പ്രത്യാശയുടെ അനുഭവങ്ങൾ. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. 12-ാമത്തെ വാക്യം, ഇശ്ശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും. അവനിൽ ജാതികൾ പ്രത്യാശ. യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുകയാണ്. ജനതകൾ അവനിൽ പ്രത്യാശ വയ്ക്കും. നമ്മുടെ കർത്താവ് നമുക്ക് പ്രത്യാശ തരുന്ന ദൈവമാണ്. ഒരു കാലത്ത് നാം ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു. എഫേസ്യ ലേഖനം 2:12 അങ്ങനെയാ വായിക്കുന്നത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും പ്രത്യാശയില്ലാത്തവരും ആയിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് നമ്മളിൽ വസിക്കുന്നു. തിരുവെഴുത്ത് വായിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. വിശ്വാസ ജീവിതത്തിന് വേണ്ടി പല ഭക്തന്മാരും കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ളത് ആ പ്രത്യാശ നിമിത്തമാണ്. പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല വഹിക്കുന്നത് എന്നുള്ളത്. റോമാലേഖനത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ തന്നെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് 3 വിശദീകരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. 6-ാമത്തെ വാക്യം, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. അപ്പൊ നമ്മുടെ ദൈവം ആരാ പറഞ്ഞേ? സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. 33-ാമത്തെ വാക്യം, സമാധാനത്തിന്റെ ദൈവം. അപ്പൊ 1 സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം, 2 സമാധാനത്തിന്റെ ദൈവം, 3 13-ാമത്തെ വാക്യം എന്താ? പ്രത്യാശ നൽകുന്ന ദൈവം. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് പ്രത്യാശ ഉണ്ടാകുന്നത്? 4-ാമത്തെ വാക്യം, എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത്. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന പ്രത്യാശ. നമുക്ക് എങ്ങനെയാ പ്രത്യാശ ഉണ്ടാകുന്നത്? തിരുവെഴുത്തുകൾ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശ ഉണ്ടാകുകയാണ്. വിശ്വാസം പോലും നമ്മളിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പ്രത്യാശ നൽകുന്ന ദൈവം അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകിയിട്ടുണ്ട്. അബ്രഹാമിന് ദൈവം പ്രത്യാശ നൽകി. 2 കാര്യങ്ങളിലാണ് ദൈവം അബ്രഹാമിന് പ്രത്യാശ നൽകിയത്. 1, അവിടെ ഒരു വിശാലമായ ദേശം നൽകുമെന്ന് ദൈവം അവന് പ്രത്യാശ നൽകി. തിരുവെഴുത്തിൽ വായിക്കുന്നത്, ഒരു കാലടി വെപ്പാൻ പോലും അവന് സ്ഥലമില്ലായിരുന്നു. ദൈവം വിളിക്കുമ്പോ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പോക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നൊക്കെ പറയുമ്പോ അവന്റെ മുമ്പിൽ കാണാൻ ദൃശ്യമായൊരു ഭൂമിയില്ല, അവകാശ ഭൂമിയില്ല. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, തല ഉയർത്തി നോക്ക്, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക്, ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശം. വാഗ്ദത്തം എത്ര കൃത്യമാണ്, വ്യക്തമാണ്. പാലും തേനും ഒഴുകുന്ന ദേശം. ലബാനോനിലെ പശുക്കൾ എന്നൊക്കെ വായിക്കുന്നില്ലേ? പലസ്തീനിലെ പശുക്കളെ സമയത്ത് കറന്നെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അകിടിലൂടെ പാലിങ്ങനെ ഒഴുകും. ആ പശുക്കൾ പോകുന്നിടത്തെല്ലാം പാലിങ്ങനെ ഒഴുകും. ഇവിടെ തേനീച്ചകൾ മരത്തിന്റെ പൊത്തിലോ അല്ലെങ്കിൽ ഭൂമിയുടെ അള്ളിലൊക്കെയാണ് കൂടുവെക്കാറുള്ളത്. പാറയുടെ ഇടുക്കിലും ഒക്കെയാണ് ഇവിടെ തേനീച്ചകൾ കൂടുവെക്കാറുള്ളത്. പക്ഷെ പലസ്തീനിലെ ഭൂമിക്കടിയിലുള്ള ഈ പുറ്റുകൾക്കടിയിലൊക്കെ തേനീച്ചകൾ കൂടുകൂട്ടും. കലപ്പ കൊണ്ട് കർഷകൻ ഇങ്ങനെ ഉഴുതു പോകുമ്പോ ഈ തേനിന്റെ അടകളിലൂടെ ഉടഞ്ഞു വീണ് ആ ചാലിലൂടെ തേൻ ഒഴുകും. ദൈവം പറഞ്ഞത്, പാലും തേനും ഒഴുകുന്ന ദേശം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ് ഉവ്വ് എന്നാകും. 2, ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു. പക്ഷെ 75-ാമത്തെ വയസ്സിൽ അന്ന് വരെ ഉണ്ടായിരുന്ന സകല ചുറ്റുപാടുകളും ഭദ്രതകളൊക്കെ വിട്ടെറിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ അവൻ ഒരു കുഞ്ഞുപോലും ഇല്ല. ഒരിക്കൽ അബ്രഹാം പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ, എന്റെ ഈ വമ്പിച്ച സ്വത്തിനെല്ലാം ദമ്മശേക്കുകാരനായ എലയാസർ അവകാശിയാവും. ദൈവം അവനോട് എന്താ പറഞ്ഞതറിയോ? 13-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടിയെ പോലെ ആക്കും, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. 15-ന്റെ 5, പിന്നെ അവൻ
അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, ആ. നീ ആകാശത്തേക്ക് നോക്കുക, ആ. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. ആ. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. കൂടാരത്തിനകത്ത് ഒളിഞ്ഞിരുന്ന് താമസിച്ചവനെ തമ്പുരാൻ വിളിച്ച് പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് മുകളിലോട്ട് നോക്ക്, ഇതിനെ നിനക്ക് എണ്ണാൻ കഴിയുമോ? നാളിതുവരെ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ ശാസ്ത്രജ്ഞന്മാർക്കും സാധിച്ചിട്ടില്ല. അവരെണ്ണം എടുത്തെടുത്ത് വരുമ്പോ പുതിയ നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഇന്നു വരെ സാധിച്ചിട്ടില്ല. തമ്പുരാൻ അന്ന് പറഞ്ഞതാ. ദൈവം പറഞ്ഞത് നിനക്ക് എണ്ണാൻ പറ്റുമോ? മനുഷ്യന് എണ്ണാൻ പറ്റുന്നില്ല. പക്ഷെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നത്, മകയിരത്തെ നിനക്ക് ബന്ധിക്കാമോ? ഇവയൊക്കെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നത് ആര്? നക്ഷത്രങ്ങളുടെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു എന്നാ വായിക്കുന്നത്. മനുഷ്യന് സാധിക്കില്ല, പക്ഷെ ദൈവത്തിന് സാധിക്കും. ദൈവം നൽകിയ വാഗ്ദത്തം ഉൽപ്പത്തി 22:17, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. എങ്ങനെ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ. രണ്ട് രീതിയിൽപ്പെട്ട സന്തതികളെയും ദൈവത്തിന് നൽകി. വാഗ്ദത്ത സന്തതി, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലങ്ങളിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. മണലാരണ്യത്തിൽ പാർക്കുന്ന ഇസ്മായേല്യരെയും വാഗ്ദത്ത നാട്ടിൽ പാർക്കുന്ന ഇസ്രായേല്യരെയും നക്ഷത്രം പോലെ, മണൽത്തരി പോലെ ദൈവത്തിന് സന്തതിയെ നൽകി. പുതിയ നിയമത്തിൽ അതിന്റെ നിവർത്തി നോക്കിയാട്ട് എബ്രായ ലേഖനം 11:12 അതുകൊണ്ട് ഒരുവന് മൃതപ്രായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ദൈവം ആശ നൽകുന്ന ദൈവമാണ്. ആശകൾ നിവർത്തിക്കുന്ന ദൈവമാണ്. 3 പദങ്ങൾ: നിരാശ, ആശ, പ്രത്യാശ. നിരാശ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ്. ആശ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു മിഡിലാണ്. ആകാനും ആകാതിരിക്കാനും സാധ്യത. എന്നാൽ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പോസിബിലിറ്റിയാണ്, പ്രതീക്ഷകളാണ്. അബ്രഹാമിനെ ദൈവം പ്രത്യാശിപ്പിച്ച ആ വചനം റോമാലേഖനത്തിൽ എടുത്തുദ്ധരിക്കുന്നത് നമുക്കറിയാം. റോമാലേഖനം 4:18 നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായുള്ള വിശ്വാസം. അപ്പൊ ആശ ഒന്ന് നടക്കാത്ത ആശയാണ്, അത് നിരാശയാണ്. പക്ഷെ പ്രത്യാശ, ആശയ്ക്ക് വിരോധമായുള്ള ആശ, അത് പ്രത്യാശയാണ്. എന്താ പ്രത്യാശ? ആകാശത്തിലെ നക്ഷത്രം പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ, ഭൂമിയിലെ പൊടിയെ പോലെ ദൈവം എനിക്ക് സന്തതിയെ തരും. അടുത്തത്, ബഹുജാതികൾക്ക് ഞാൻ പിതാവാകുമെന്ന് അവൻ വിശ്വസിച്ചു. ലോകത്തിലെ 3 പ്രധാന മതങ്ങൾ, ഇസ്ലാം, യഹൂദൻ, ക്രൈസ്തവർ, 3 കൂട്ടരും അബ്രഹാമിനെ തങ്ങളുടെ പിതാവായി കണക്കാക്കുകയാണ്. ബഹുജാതികൾക്ക് നീ പിതാവാകും. ദൈവം പറയുന്ന വാക്ക് ദൈവം പാലിച്ചിട്ടുണ്ട്. മറ്റു സംഭവം ഏലിയാവിന്റെ കാര്യം. മരിക്കാൻ കൊതിച്ച ഒരു മനുഷ്യനെ ദൈവം തട്ടി ഉണർത്തി പ്രത്യാശ കൊടുത്ത് ദൂരയാത്ര ചെയ്യിച്ചു. 1 രാജാക്കന്മാർ 19:4 താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഈസബേലിന്റെ വാക്കിന് മുമ്പിൽ മനസ്സ് തകർന്നു പോയ മനുഷ്യൻ, അവൻ മരുഭൂമിയിൽ ചെന്ന് ബാല്യക്കാരനെ ഒരിടത്ത് നിർത്തിയിട്ട് പിന്നെ ഒരു ദിവസത്തെ വഴിദൂരം മുന്നോട്ട് പോയി. 20 മൈലാണ് ഒരു ദിവസത്തെ വഴിദൂരം. 20 മൈൽ മരുഭൂമിയിലൂടെ ഉള്ളിലേക്ക് പോയി. അവിടെ ഒരു മുൾച്ചെടി കണ്ടു, ചൂരച്ചെടി. അതിന് ചുവട്ടിക്കിടന്നും കയറിക്കിടന്ന്, മതി യഹോവേ എന്റെ പ്രാണനെ അങ്ങ് എടുക്ക്, ആ സ്ത്രീ എന്നെ വെട്ടിക്കൊല്ലുന്നതിനേക്കാൾ നല്ല നീ എന്നെ അങ്ങ് എടുക്കുന്നല്ലേ. ഇസബേൽ അതല്ലേ പറഞ്ഞേ, നാളെ ഈ സമയത്തിന് മുമ്പ് അവന്റെ തലയെടുക്കുന്നല്ലേ. മനസ്സും അടുത്തുപോയി. പക്ഷെ ദൈവം എന്താ ചെയ്തത്? 7-8 യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ 2ാം പ്രാവശ്യം അവനെ തട്ടി എന്ന് പറയാൻ ആദ്യം 1 പ്രാവശ്യം തട്ടി. ഇവൻ മതി യഹോവേ പ്രാണനെ എടുക്കണേന്ന് പറഞ്ഞ് ഇങ്ങനെ മരവിച്ച് തളർന്നു കിടന്ന് ഉറങ്ങുകയാണ്. ശരീരം ക്ഷീണിച്ചു, മനസ്സ് ക്ഷീണിച്ചു, തളർന്നു കിടന്നുറങ്ങുകയാണ്. ദൈവത്തിന്റെ ദൂതൻ വന്നു, കനലിന്മേൽ ചുട്ട ചുടടയും
തുരുത്തിയിൽ വെള്ളവുമായിട്ട് ആ മുൾച്ചെടിക്കകത്തേ കയറി ചെന്നു. യാതൊരു പ്രതീക്ഷയില്ല. ബാല്യക്കാരന് 30 കിലോമീറ്റർ അപ്പുറത്താ. ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കാണാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. പക്ഷെ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ദൈവം തന്നെ ദൂതനെ വിട്ടത് ചൂരച്ചെടിയുടെ വെളിയിൽ വന്നിരുന്ന ദൂത് പറയാനല്ല, ആ മുൾച്ചെടിക്കകത്തേക്ക് ചെന്ന് അവനെ തട്ടി ഉണർത്തി. കെരീത്തിൽ രാവിലെയും വൈകിട്ടും കാക്ക ആഹാരം കൊണ്ടുവരുമായിരുന്നു. കുടിക്കാൻ അവിടെ വെള്ളമുണ്ടായിരുന്നു. എന്നാൽ മരുഭൂമിയിൽ തോടില്ല, കാക്ക വരില്ല. കാക്ക 2 പ്രാവശ്യം ആഹാരം കൊണ്ടുവരണം. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ വന്നത് 2 നേരം തിന്നാലും തീരാത്ത തരത്തിൽ സമൃദ്ധമായ ഭോജനവുമായിട്ടാ. രാവിലെയും വൈകിട്ടുമാണ് കാക്ക കൊണ്ടുവരുന്നത്. ഉച്ചയ്ക്ക് ഉപവാസമായിരുന്നു. എന്തിനാ ഉച്ചയ്ക്ക് ഉപവസിച്ചെന്നറിയോ? ചില മാസങ്ങളോളം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതിരുത്തി ദൈവനെ പരിശീലിപ്പിച്ചത് എന്തിന്? കർമ്മേലിൽ വെല്ലുവിളിയുടെ മുമ്പാകെ നിന്നത് അവൻ ഉച്ചയ്ക്ക്. അപ്പോഴവന് ഉപവാസമാണ്, അവന് ആഹാരത്തെ കുറിച്ച് ചിന്തയില്ല. അപ്പൊ ദൈവം നമ്മെ ഇപ്പൊ ചിലത് ശീലിപ്പിക്കുന്നത് നാളത്തെ വെല്ലുവിളിയുടെ മുമ്പാകെ നിർത്താനാ. രാജാവിന്റെ മൃഗങ്ങൾക്ക് പോലും പുല്ലുപോലും കിട്ടാത്ത സമയത്ത് അവന് ദൈവം സമൃദ്ധമായ ഭോജനം. ദൈവം വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞാൽ അത് ദൈവം നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവന് നിവർത്തിക്കും. ദൂതൻ വന്നു, വിലാപ്പുറത്ത് തട്ടി. അവൻ എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ദൂതൻ തലക്കിലിരിക്കുന്നു. അല്ലേ? ചൂടല, തുരുത്തിയിൽ വെള്ളം. മനസ്സ് മരവിച്ചവന് ദൈവം ഉണങ്ങിയ മുറം കൊള്ളിച്ച ഉണക്കറൊട്ടിയല്ല കൊണ്ടുവന്നത്, ചൂടല. നിന്റെ മനസ്സിന്റെ നില എങ്ങനെയോ അതിനനുസൃതമായിട്ട് ദൈവം നിനക്ക് വേണ്ടി കരുതും. തിന്നു കുടിച്ചു, പുള്ളി ഉറങ്ങി. കാരണം ഈ ജീവിതത്തിൽ ഇനി വേറെ പ്രതീക്ഷയൊന്നുമില്ല. അല്ല, പ്രതീക്ഷയുണ്ടോ? ചാപ്പാട് തീർന്നിട്ടില്ല. ദൂതനാ ബാക്കി ചാപ്പാടും വെച്ചോണ്ട് അവിടെ ദൂതൻ അവിടെ ഇരുന്നു. ഇവൻ ഉറങ്ങി. ഇവന്റെ ക്ഷീണം പോകുന്ന വരെ ദൂതൻ പോയില്ല. ദൂതൻ വന്നത് ഭക്ഷണം കൊടുക്കാനല്ല, ഒരു ദൂത് പറയാനാ. ഭക്ഷണം സപ്ലിമെന്ററി ആണ്, കോംപ്ലിമെന്ററി ആണ്, അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന. ദൂതം വന്നത് ചാപ്പാട് തരാനല്ല, അത് തന്നേ ഉള്ളൂ. പക്ഷെ ദൂതം വന്നത് വേറൊരു കാര്യം പറയാനാ. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ക്ഷീണമൊക്കെ മാറിയപ്പോൾ ദൂതൻ 2ാമതും തട്ടി. വാക്കി നോക്കി, യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യവും വന്നവനെ തട്ടി. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. അടുത്ത വാക്യം, എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. ദൈവം നിനക്ക് തരുന്ന ഒറ്റ അടമതി. രാത്രിയിലും പകലും നീ യാത്ര ചെയ്യും. ഏലിയ വലിയ വിശ്വാസവീരനൊന്നും ആയിരുന്നില്ല. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമ്മുടെ സെയിം ക്യാരക്ടർ ആയിരുന്നു. നമ്മൾ ഭയങ്കര വിശ്വാസിയാന്ന് പറഞ്ഞാലും കർത്താവിന്റെ ഭാഷയെ പറഞ്ഞ അല്പവിശ്വാസിയെ. ഭയങ്കര വീരത്വമൊക്കെ പറയെങ്കിലും അടുത്ത സുപ്രഭാതത്തിൽ എന്ത് ചെയ്യും? വാടിത്തളർന്നു പോകും. ഏലിയാവും നമ്മളെപ്പോലുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ തമ്പുരാൻ അവനെ പ്രത്യാശ നൽകി. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു യാത്രയുണ്ട്. മരുഭൂമി എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇതിനപ്പുറം ആരാം രാജ്യത്തും ഞാൻ ചെല്ലും. ഞാൻ അവിടെ നിന്ന് ഒരു ദൂതൂടെ പറയാം. അവിടെ ചെന്നവൻ കിടന്നുറങ്ങി. ദൈവം അവിടെയും ചെന്നു. ഇവിടെ നിനക്ക് എന്നാ കാര്യമെന്ന് ചോദിച്ചു. ഇവിടെ നിനക്ക് എന്ത് കാര്യം? മടങ്ങിപ്പോകണം. പക്ഷെ മടങ്ങിപ്പോകുന്നത് ഒരു പുതിയ റൂട്ടിലൂടെ ആയിരിക്കും. തിരുവഴുത്തി വായിക്കുന്ന കേൾക്കണോ? ദമ്മശേക്കിന്റെ വഴിയായി മടങ്ങിപ്പോയി. എന്തുകൊണ്ട് ദമ്മശേക്ക്? പണ്ട് നയമാനോട് വന്ന് നദിയിൽ മുങ്ങാൻ പറഞ്ഞപ്പോഴേ, യോർദാനിൽ മുങ്ങാൻ പറഞ്ഞപ്പോഴേ, അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ദമ്മശേക്കിൽ ഞങ്ങളുടെ നാട്ടിൽ അബാനയും പർപ്പരയും ഉണ്ട്, തെളിവുള്ള വെള്ളം. യോർദാനിൽ കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ ഇരുകരയും കവിഞ്ഞൊഴുകും. കലങ്ങിയ വെള്ളത്തിൽ മുങ്ങുന്നതിനേക്കാൾ നല്ല വെള്ളത്തിൽ പോയി മുങ്ങരുതോ? അപ്പൊ ദമ്മശേക്ക് നല്ല ജലസമൃദ്ധിയുള്ള സ്ഫടിക തുല്യമായ ജലമുള്ള ദേശമാണ്. കെരീത്തിലെ വറ്റിപ്പോകുന്ന തോടിനപ്പുറം സമൃദ്ധമായ സ്ഫടിക തുല്യമായ ആ ദേശത്തുകൂടെ ദൈവനെ യാത്ര ചെയ്യിച്ചു. ദൈവം പ്രത്യാശ തീർന്ന ദൈവമാണ്. 3-ാമത്തെ ചിന്ത, മനസ്സ് മടുത്തുപോയ ഒരു ജനസമൂഹത്തെ
ദൈവം ഒരു സൈന്യമാക്കി മാറ്റിയ കാര്യമാണ്. ഉണങ്ങിയ അസ്ഥികളെ സൈന്യമാക്കി മാറ്റിയ ദൈവം. യെഹെസ്കേൽ 37 അധ്യായം 2 വാക്യം. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അസ്ഥിയുടെ ചില പ്രത്യേകതകൾ. ഒന്ന്, അത് ഏറ്റവും ഉണങ്ങിയിരുന്നു. 9 വാക്യം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന്. 2 നിഹിതന്മാരാണ്, ജീവനില്ലാത്തവരാണ്. 3 വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. ജീവനില്ലാത്തവയാണ്, ഉണങ്ങിയവയാണ്, നിഹിതന്മാരാണ്, ജീവനില്ലാത്തവയാണ്, ചിതറിക്കിടക്കുകയാണ്. യെഹെസ്കേലിനെ ദൈവം കാണിച്ച ഒരു അസ്ഥികളുടെ ഒരു താഴ്വര. അതിന്റെ അർത്ഥം എന്താണ്? 11 വാക്യം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ സന്ദർഭം പറയാൻ പോവുക. ബാബിലോണിൽ ഇസ്രായേൽ ജനം 70 വർഷം പ്രവാസികളായിരുന്നു, അടിമകളായിരുന്നു. ആദ്യത്തെ വർഷമൊക്കെ അവർ വിചാരിച്ചു കുറച്ചാൾ കഴിയുമ്പോൾ തിരിച്ചു പോകും. പക്ഷെ വർഷങ്ങൾ ഇങ്ങനെ നീണ്ടു പോയി. ഒരു 10-68 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇനിയും തിരിച്ചൊന്നും പോകാൻ പോകുന്നില്ല, അതൊക്കെ വെറുതെ. എന്നാൽ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ എന്നീ ദൈവദാസന്മാരിലൂടെ ദൈവം അറിയിച്ചിരുന്നു, ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. യെശയ്യാപ്രവചനം 44 അധ്യായം 28 വാക്യം. കോരെശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. 45 അധ്യായം 1 വാക്യം. യഹോവ തന്റെ അഭിഷിക്തനായ കോരെശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. യെശയ്യാവ് ഇത് പ്രവചിക്കുമ്പോൾ കോരെശ് എന്ന പേരിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. ബാബിലോൺ സാമ്രാജ്യം മാത്രമാണെന്നുള്ളത്. പക്ഷേ ആ സാമ്രാജ്യം തകരുമെന്നും തൽസ്ഥാനത്ത് മേദ്യ പേർഷ്യ സാമ്രാജ്യം വരുമെന്നും സ്വപ്നം കാണാൻ കഴിയാത്തൊരു കാലത്താണ് ദൈവം പറയുന്നത്, മേദ്യനായ ദാര്യാവേശിനോട് ഞാൻ അരുളി ചെയ്യുന്നു, നീ എന്റെ ദാസൻ, ഞാൻ നിന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. പ്രൈസലോ. അവന്റെ കാലത്ത് മന്ദിരത്തിന് അടിസ്ഥാനമിടും. എസ്രായുടെ പുസ്തകം 1 അധ്യായം 1 വാക്യം. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. നേരത്തെ നമ്മൾ വായിച്ചത് യെശയ്യാപ്രവചനത്തിൽ നിന്നല്ലേ. ഇവ പറയാണ്, യെശയ്യാവ് മാത്രമല്ല യിരെമ്യാവും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വായിച്ചത് യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നല്ലേ. അപ്പൊ യെശയ്യാവും യിരെമ്യാവും യെഹെസ്കേലും പറഞ്ഞിരുന്നു, ദൈവം ഇവിടെ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും. യിരെമ്യാവ് പ്രവചിച്ചു. യിരെമ്യാവ് മുഖാന്തരം അരുളി ചെയ്ത യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാവേണ്ടതിന് പാർസി രാജാവായ കോരെശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരെശിന്റെ മനസ്സിനെ ഉണർത്തി. അവൻ തന്റെ രാജ്യത്ത് എല്ലാവരുടെ ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ അവസ്ഥ എന്താ? അവർ പറയാ, ഞങ്ങളുടെ അസ്ഥികൾ ഏറ്റവും ഉണങ്ങി, ഞങ്ങൾ നിരാശപ്പെട്ടു. പക്ഷെ ദൈവം എന്താ ചെയ്തത്? ദൈവം അവർക്ക് പ്രത്യാശ നൽകി. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. പക്ഷെ ദൈവം അവർക്ക് പ്രത്യാശ നൽകി. ദൈവം എന്താ ചെയ്തത്? നിഹിതന്മാർ ജീവിക്കേണ്ടതിന് കാറ്റ് 4 ദിക്കുകളിൽ നിന്ന് വന്ന് ഈ അസ്ഥികളിന്മേൽ ഊതുക എന്ന് പ്രവചിക്കാൻ പറഞ്ഞു. അവൻ ആത്മാവിൽ അങ്ങ് പ്രവചിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഭൂകമ്പം, ഒരു ഭയങ്കര കൊടുങ്കാറ്റ്. ആ അസ്ഥികൾക്കകത്ത് ഭയങ്കര പരിവർത്തനം നടക്കുന്നു. അസ്ഥിയോട് ചേരുന്നു. ദൈവത്തിന് അറിയാം ഏത് അസ്ഥിയോട് ചേർക്കണമെന്ന്. ആ അസ്ഥിയുടെ മേൽ എന്തൊക്കെ വരണമെന്ന് ദൈവത്തിന് അറിയാം. ആ അസ്ഥിയുടെ മീതെ ഞരമ്പുകൾ വരുന്നു, ആ അസ്ഥിയുടെ മീതെ മാംസം വരുന്നു, അതിന് മീതെ ത്വക്ക് വരുന്നു. വരുത്തേണ്ടതിനെ മുഴുവൻ തമ്പുരാൻ വരുത്തിക്കൊള്ളും. ഇന്ന് പകലിൽ നീ നോക്കുമ്പോൾ മുഴുവൻ അസ്ഥിയായിരിക്കാം, ഉണങ്ങിയതാവാം, ദ്രവിച്ചതാവാം, ചിതറിയതാവാം, നിഹിതമായ അവസ്ഥയാവാം. പക്ഷെ ദൈവം ഒരു വാക്ക് കേൾപ്പിച്ചാൽ അസ്ഥി സൈന്യമായി മാറും. ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. പുതിയ നിയമത്തിലേക്ക് വരാം.
ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് വല കഴുകി കെട്ടിയ പത്രോസിനെ ആ വല അഴിപ്പിച്ച് ദൈവം വീശിപ്പിച്ചു. ഇനി ഈ വല കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, ഇനി ഈ വല ഉപയോഗിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് കഴുകി കെട്ടിയതാ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അപ്പൊ രാത്രി മുഴുവൻ ഈ വല വീശി അതിനകത്ത് ചെളിയും ചേറും ഇലയും അതിനകത്ത് പല മാലിന്യങ്ങളും ഉണ്ട്. അതെല്ലാം കഴുകിക്കളഞ്ഞ് കഴുകി കെട്ടുകയാ. അവർ ഇറങ്ങി വല കഴുകി കെട്ടുകയായിരുന്നു. 5-ാം വാക്യം. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വല കഴുകി കെട്ടി. ഇനി ഈ വല കൊണ്ട് ഉപയോഗമില്ല, ഇനി മീൻപിടുത്തം നടക്കാൻ പോകുന്നില്ല. അവന്റെ പരിശ്രമങ്ങൾ നിങ്ങൾ നോക്കണം. 1, രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, സമയം ചെലവഴിക്കാഞ്ഞിട്ടാണോ? 2, ആ കടലിന്റെ എല്ലാ ഭാഗങ്ങളിലും വീശി. ഗലീല കടൽ എന്ന് പറയുമ്പോൾ അറേബ്യൻ കടലല്ല, 6 മൈൽ വീതിയും 18 മൈൽ നീളവുമുള്ള ഗന്നസരേത്ത് തടാകമെന്നും മറുപേര് വിളിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ്. അതിന്റെ എല്ലാ ദിക്കിലും മുക്കിലും ഇവർ സന്ധ്യ തൊട്ട് രാവിലെ വരെ വീശി. 3, അവരുടെ പരിചയം നിങ്ങൾ നോക്കണം. ഇവർ മുക്കുവന്മാരാണ്. എവിടെ മീനുണ്ടെന്ന്, എങ്ങനെ മീനിനെ പിടിക്കണമെന്ന് അവർക്ക് ശരിക്കറിയാം. 4, ജോലിക്കാർ കുറവായിട്ടാണോ? സഹ മീൻപിടുത്തക്കാരെ കൂടെ വിളിക്കുന്നൊക്കെ ഉണ്ടല്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്ക് യോഹന്നാൻ 15:5, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി വല കൊണ്ട് ഉപയോഗമില്ല, ഇനി മീനൊന്നും കിട്ടാൻ പോകുന്നില്ല. അവരത് പറയുന്നില്ലേ, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങള് ഒന്നും കിട്ടിയില്ല. യേശുവിന്റെ വാക്ക്, മീൻപിടുത്തത്തിന് വല വീശുവീൻ. വല കഴുകി കെട്ടിയതാണ്. അവരുടെ മറുപടി, നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്ത് സംഭവിച്ചു? വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ആ വല ഒന്നുകൂടെ വീശി. പടക് മുങ്ങുവാറാകുവോളം, വല കീറുമാറാകുവോളം, കൂടെയുള്ളവർക്ക് സംഭ്രമം പിടിക്കത്തക്ക രീതിയിൽ പെരുത്ത മീൻകൂട്ടം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത് വചനം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദിയും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരിക്കുന്നു. നമ്മുടെ ശുഭകരമായ പ്രത്യാശ, ഭാവികാലം സംബന്ധിച്ചുള്ള പ്രത്യാശ, നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളതാണ്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അനിഷ്ടന്മാരത്രേ. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. പക്ഷെ ദൈവമക്കളുടെ ഭാഗ്യകരമായ പ്രത്യാശ കുഴിമാടത്തിനപ്പുറത്തേക്ക് നീളുന്നതാണ്, നിത്യതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വല്ലഭത്വമുള്ള വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഈ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രത്യാശ എന്ന പദം തന്നെ എത്ര പ്രാവശ്യമുണ്ട്. ഏറെ നല്ല പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, സ്വർഗീയ പ്രത്യാശ. 1 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ. 4:13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. അപ്പൊ ജാതികൾക്ക് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവ് നിദ്ര കൊണ്ടവരെ ക്രിസ്തു മുഖാന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കും. 5:8. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. എബ്രായ ലേഖനത്തിലേക്ക് വന്നാട്ടെ 6:11. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. കേട്ടോ, പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം. 18-ാമത്തെ വാക്യം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള
പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. അടുത്തത് 7:19. ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശ. 10:23. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാകുന്നു. കപ്പൽ കടലിൽ ആടി ഉലഞ്ഞു പോകാതിരിക്കേണ്ടതിന് അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു സാമഗ്രിയാണ് എന്ത്? ആ നങ്കൂരം, ആങ്കർ എന്ന് പറയുന്നത്. പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരമാകുന്നു. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നാട്ടെ. 1 പത്രോസ് 1:3. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശ. 21-ാമത്തെ വാക്യം, 1:21. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന്. അതോ പ്രത്യാശ ദൈവത്തിൽ വെക്കുക. 3:5. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. 3:15. നിങ്ങളുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും. ചില വേളകളിലെ നമ്മുടെ ഈ പ്രതീക്ഷകളെല്ലാം അങ്ങ് തകർന്നു പോകും, കണക്കൂട്ടലുകളെല്ലാം അങ്ങ് അവതാളത്തിലാകും. പക്ഷെ അപ്പോഴും പ്രത്യാശ ബാക്കി ഉണ്ടായിരിക്കണം. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 3:29 വചനം. അവൻ തന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, പക്ഷേ പ്രത്യാശ ശേഷിക്കും. അവൻ എന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, എങ്കിലും പ്രത്യാശ ബാക്കിയുണ്ടായിരിക്കും. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. യോബ് 14:7 മുതൽ 9 വരെയുള്ള വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല. അടുത്ത വാക്യം. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ അത് കിളിർക്കും, ഒരു തൈ പോലെ തളർവിടും. ഇന്ന് പകലിൽ നമ്മുടെ പ്രത്യാശ കെട്ടുപോകരുത്. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവമക്കളെ നമ്മുടെ പ്രത്യാശ കെട്ടുപോകരുത്. മടുത്തുപോയ മരവിച്ചുപോയ ഏലിയാവിനെ ദൈവം തട്ടി ഉണർത്തി അവനെ ദൈവം ദൂരയാത്ര ചെയ്യിച്ചെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിന്റെ അന്ത്യം മരുഭൂമിയല്ല, ചീഞ്ഞളിഞ്ഞ് ആരോരും അറിയാതെ ആമേൻ ആ ചൂരച്ചെടിയുടെ വടലിൽ കിടന്ന് ദ്രവിച്ചു വീരാനല്ല. അല്പം കൂടെ കാത്തു നിൽക്ക്. ദൂരയാത്രയ്ക്ക് ശേഷം ഉടലോട് തേജസ്സോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു നല്ല അവസാനം ദൈവം ഏലിയാവിന് വേണ്ടി കരുതി വെച്ചെങ്കില് പ്രത്യാശ അവശേഷിക്കും. ഹല്ലേലൂയ. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.